ഹായ് ഗൈസ്, നമുക്ക് അടുത്ത സീരീസിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈസെപ്സ് ട്രൈസെപ്സ് വർക്കൗട്ട്സ് ആണ്. സോ ആസ് യൂഷ്വൽ നമ്മുടെ ഡെമോൺസ്ട്രേറ്റർ വിഷ്ണു തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ വർക്കൗട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരാനായിട്ട്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വർക്കൗട്ട്സ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബൈസെപ്സ് ഡംബൽ കേൾസ് ആണ്. യെസ്, ബൈസെപ്സ് ഡംബൽ കേൾസ്. യെസ്, ബൈസെപ്സ് ഡംബൽ കേൾസ്. സ്ക്യൂസ് ചെയ്യുക, സ്ലോലി ബ്രിങ് അപ്പ്, സ്ലോലി സ്ക്യൂസ് ഡൗൺ. യെസ്, താഴേക്ക് പതിയെ കൊണ്ടുവരിക, മുകളിലേക്ക് സ്ക്യൂസ് ചെയ്യുക. കയ്യിൽ ഫുൾ ബ്ലഡ് വെസൽസിലും ബ്ലഡ് പമ്പ് ചെയ്യണത് ഫീൽ ആവണം നമുക്ക്. സ്ക്യൂസ് യുവർ ബൈസെപ്സ്, സ്ലോലി കം ഡൗൺ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 3x15 റെപ്പറ്റീഷൻ, 3 സെറ്റ് 15 പ്രാവശ്യം ചെയ്യുക. ഓരോ സെറ്റ് കഴിയുമ്പോൾ നിങ്ങൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഫൈൻ. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാർബൽ കേൾസ് ആണ്. സോ നമ്മളെപ്പോഴും ബൈസെപ്സിന് ബാർബൽ ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം ലെങ്തി ആയിട്ടുള്ള ബാർബൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് നമുക്ക് ബൈസിൽ കൂടുതൽ ടെൻഷൻ ഫീൽ ചെയ്യും. സ്റ്റാർട്ട് ചെയ്തു. ബാർബൽ കേൾസ്. ബാർബൽ കേൾസ് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. മാക്സിമം ലെങ്തി ആയിട്ടുള്ള ചൂസ് ചെയ്യുക. 6x8 റെപ്പറ്റീഷൻ, 6 സെറ്റ് ചെയ്യണം. 8 റെപ്പറ്റീഷൻ മാക്സിമം വെയിറ്റ് നിങ്ങൾ ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഓരോ സെറ്റ് കഴിയുമ്പോൾ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമ്മൾ പോകുന്ന ക്രീച്ചർ കേളിലേക്കാണ്. ക്രീച്ചർ കേൾ. ക്രീച്ചർ കേളിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ക്ലോസ് ഗ്രിപ്പിലാണ് ചെയ്യുന്നത്. ക്രീച്ചർ കേൾ ക്ലോസ് ഗ്രിപ്പിൽ 3x15 സെറ്റ്, 3 സെറ്റ് 15 റെപ്പറ്റീഷനാണ്. ക്ലോസ് ഗ്രിപ്പാണ്, നോർമൽ ഗ്രിപ്പല്ല, ക്ലോസ് ഗ്രിപ്പ്. യെസ്, ക്ലോസ് ഗ്രിപ്പിൽ ചെയ്യാം. മാക്സിമം ഡൗൺ ചെയ്യുക, അപ്പ് ചെയ്യുക. യെസ്, 3x15 പമ്പ് ചെയ്യുക. ഫീൽ ദ പമ്പ് ഇൻ ദ മസിൽസ്. ഓക്കെ, ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വരുന്നത് പ്ലേറ്റ് കേൾസ്. വന്നോ, അടുത്തത് നമ്മൾ ചെയ്യുന്ന പ്ലേറ്റ് കേൾസ് ആണ് ബൈസെപ്സിന് വേണ്ടി. ഇതും 3x15 റെപ്പറ്റീഷനാണ് ചെയ്യുക. പ്ലേറ്റ് കേൾസ് ക്ലോസ് ആയിട്ട് വെച്ച് പ്ലേറ്റ് എടുക്കുക. യെസ്, സ്ട്രെയിറ്റ് അപ്പ്, സ്ട്രെയിറ്റ് ഡൗൺ. സ്ലോലി ചെയ്യുക. ഫീൽ ദ മസിൽസ്, ബൈസെപ്സ് മസിൽസ് ഫീൽ ആവണം. സ്ലോലി ചെയ്യുക. പെട്ടെന്ന് എടുത്ത് സ്പീഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ തീരെ സ്ലോ ആയിട്ട് ചെയ്യുന്നതും പാടില്ല. ഒരു മോഡറേറ്റ് സ്പീഡിൽ വേണം ചെയ്യാനായിട്ട്, എങ്കിലേ മസിൽസ് ടെൻഷൻ കൂടുകയുള്ളൂ. സോ ഇത് വന്നിട്ട് 3x15 റെപ്പറ്റീഷൻ, 3 സെറ്റ്സ് 15 റെപ്പറ്റീഷൻ. ഓരോ സെറ്റ് കഴിയുമ്പോഴും നിങ്ങൾ മാക്സിമം വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പ്ലേറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് നമുക്ക് ട്രൈസെപ്സിലേക്ക് പോകാം. ഫസ്റ്റ് വന്നിട്ട് ട്രൈസെപ്സ് പുഷ് ഡൗൺ ആണ്. ട്രൈസെപ്സ് പുഷ് ഡൗൺ 4x12 റെപ്പറ്റീഷൻ, 4 സെറ്റ് 12 റെപ്പറ്റീഷൻ. ട്രൈസെപ്സ് പുഷ് ഡൗണിൽ റോപ്പ് ഉപയോഗിച്ച് തന്നെ ചെയ്യും. ട്രൈസെപ്സ് പുഷ് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. മാക്സിമം നിങ്ങളുടെ കംഫോർട്ട് രീതിയിൽ നിന്നുകൊണ്ട് പ്രസ് ചെയ്യുക. സ്ക്യൂസ്, താഴേക്ക് വരുമ്പോൾ സ്ക്യൂസ് ചെയ്യുക. മസിൽ ട്രൈസെപ്സ് മസിൽ സ്ക്യൂസ് ചെയ്യുക. യെസ്, സ്ലോലി കം അപ്പ്, പുഷ് ഡൗൺ. യെസ്, 3x12 റെപ്പറ്റീഷൻ, 4x12 റെപ്പറ്റീഷനാണ് നമ്മൾ ട്രൈസെപ്സ് പുഷ് ഡൗൺ ചെയ്യേണ്ടത്. ട്രൈസെപ്സ് പുഷ് ഡൗൺ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ ആണ്. യെസ്, വാ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ ട്രൈസെപ്സിൻ്റെ എക്സസൈസ്, സെക്കൻഡ് എക്സസൈസ് ആണ്. വെയിറ്റ് 7.5 സ്റ്റാർട്ട് ചെയ്തു. ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് നിന്ന് വേണമെങ്കിലും ചെയ്യാം. ബെറ്റർ നിന്ന് ചെയ്യുന്നതായിരിക്കും. ലോവർ ബോഡിക്കും സ്ട്രെങ്ത് കൂടും നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ. സോ സ്ലോലി കം ഡൗൺ, പുഷ് അപ്പ്, സ്ലോലി കം ഡൗൺ. എൽബോസ് ക്ലോസ് ചെയ്ത് വെക്കാൻ ട്രൈ ചെയ്യുക. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വെയിറ്റ് കൂട്ടുമ്പോഴത്തേക്കും എൽബോ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇനിഷ്യലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എൽബോ ക്ലോസ് ചെയ്ത് വെക്കാൻ ട്രൈ ചെയ്യുക. ജസ്റ്റ് സ്ലോലി കം ഡൗൺ. മുകളിൽ വരുമ്പോൾ എൽബോ ലോക്ക് ചെയ്യണം, യൂസ് ചെയ്യണം ട്രൈസെപ്സ്. യെസ്, ട്രൈസെപ്സ് ഫീൽ ആവണം. ട്രൈസെപ്സ് താഴോട്ട് വരിക, മുകളിലേക്ക് പ്രസ് ചെയ്യുക. യെസ്, 4x12 റെപ്പറ്റീഷൻ. ഓക്കെ, ബാക്ക് എക്സ്റ്റൻഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് പോകുന്നതെന്ന് പറയുമ്പോൾ സ്കൾ ക്രഷ്. സ്കൾ ക്രഷും ക്ലോസ് ഗ്രിപ്പ് പ്രസ്സും കോമ്പിനേഷനാണ് ചെയ്യാൻ പോകുന്നത്. സ്കൾ ക്രഷ് ഫസ്റ്റ് ചെയ്യുക. 15 ടൈംസ് സ്കൾ ക്രഷ് ചെയ്യുക. 15 ടൈംസ് സ്കൾ ക്രഷ്. യെസ്, ബൈസെപ്സ് സ്ട്രെയിറ്റ് ആയിരിക്കണം. യെസ്, 1 പോട്ടെ 2. സ്കൾ ക്രഷ് ചെയ്തതിന് ശേഷം 15 ടൈംസ് ചെയ്തതിന് ശേഷം ക്ലോസ് ഗ്രിപ്പ് ചെസ്റ്റ് പ്രസ് ചെയ്തു. ക്ലോസ് ഗ്രിപ്പ് ചെസ്റ്റ് പ്രസ് 15 എണ്ണം കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ഗ്രിപ്പ് ചെസ്റ്റ് പ്രസ്, ക്ലോസ് ഗ്രിപ്പ് ചെസ്റ്റ് പ്രസ്. യെസ്, 15 ടൈംസ് ചെയ്യുക. കോമ്പിനേഷനാണ് 15
15 സ്കൾ ക്രഷ്, 15 ക്ലോസ് ഗ്രിപ്പ് ചെസ്റ്റ് പ്രസ്. ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും അടുത്ത ഇങ്ങനെ 3 സെറ്റ് ചെയ്യണം. 3 സെറ്റ്സ് ഓഫ് കോമ്പിനേഷനാണ്. ഓക്കെ ഫൈൻ. എനിക്കും സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ബെഞ്ച് ഡിപ്സ് ആണ്. ട്രൈസെപ്സിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ് ബെഞ്ച് ഡിപ്സ്. സോ ഒരു ബെഞ്ച് കണ്ടെത്തുക നിങ്ങൾ, എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക, എണീക്കുക. സ്ട്രെയിറ്റ് ബോഡി ഫുൾ സ്ട്രെയിറ്റ് താഴെ വരിക, ഫ്രണ്ട് വരിക, മുന്നിലോട്ടോ പിന്നിലോട്ടോ വരരുത്, സ്ട്രെയിറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഗ്രൗണ്ട്. പ്രസ്. ഫീൽ ദ മസിൽസ്. ഈ ട്രൈസെപ്സ് മസിൽ യൂസ് ചെയ്തുകൊണ്ട് ട്രൈസെപ്സ് മസിൽസ് യൂസ് ചെയ്ത് വേണം നമ്മൾ പ്രസ് ചെയ്ത് മുന്നിലേക്ക് വരാനായിട്ട്. യെസ്. 2 സെറ്റ്സ് ഓഫ് 20 റെപ്പറ്റീഷൻ ആണ്. 2 സെറ്റ് ചെയ്യണം. 20 റെപ്പറ്റീഷൻ വെച്ച് 2 സെറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ ഫൈൻ. സോ ട്രൈസെപ്സ് ബൈസെപ്സിൻ്റെയും വർക്കൗട്ട് ഇവിടെ കഴിയുകയാണ്. ഇതാണ് നമ്മുടെ ട്രൈസെപ്സ് ബൈസെപ്സ് സീരീസിലെ വർക്കൗട്ടുകൾ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വാമപ്പ് ചെയ്തിട്ട് വേണം ഈ വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. വാമപ്പിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിരിക്കാം. നിങ്ങളത് ഫോളോ ചെയ്ത് വാമപ്പ് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ ഫൈൻ. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടതെല്ലാം ഈ സീരീസിൽ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളവർക്ക് വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. അതായത് 4 to 5 months റെഗുലറായിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സീരീസ് വർക്കൗട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ബിഗിനേഴ്സ് ഒരിക്കലും ഫോളോ ചെയ്ത് ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളവർ മാത്രം ഇത് ചെയ്യുക. ഓക്കെ. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. വർക്കൗട്ടിന് കൂടെ തന്നെ പ്രോപ്പർ ന്യൂട്രീഷൻ, പ്രോപ്പർ റെസ്റ്റ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസിന് റിക്കവറി നടക്കുകയുള്ളൂ. സോ അത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതും ഫോളോ ചെയ്യുക. സോ ബേസിക് വർക്കൗട്ട്സ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എത്ര റെപ്പാണ് ഏതൊക്കെ വർക്കൗട്ട്സ് ആണെന്ന് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമേഷനും പ്രോപ്പർ ടെക്നിക്സും നിങ്ങളുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോമൺ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഓരോ ക്ലയൻസിനും ഓരോ അനാട്ടമിയാണ്, ഓരോ ഹൈറ്റാണ്, ഓരോ രീതികളാണ്, ഓരോ ഫ്ലെക്സിബിലിറ്റി പല വ്യത്യാസമുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ട്രെയിനേഴ്സിൻ്റെ സൂപ്പർവിഷനിൽ മാത്രമേ നിങ്ങൾ എക്സസൈസുകൾ ചെയ്യാവുള്ളൂ. സോ ബി സേഫ്. നിങ്ങൾ ഈ കാണുന്ന ജിം ആസ് യൂഷ്വൽ ഞാൻ പറയാറുണ്ട്, വിക്ടറി ഫിറ്റ്നസ്, പേരൂർക്കട, ട്രിവാൻഡ്രം. ഫിറ്റ്നസ് ഫ്രീക്സിന് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാം. സർട്ടിഫൈഡ് ക്വാളിഫൈഡ് ട്രെയിനേഴ്സാണുള്ളത്. നിങ്ങൾക്ക് ആവശ്യം അവരുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് വർക്കൗട്ട് പ്ലാൻസുകൾ അവർ സ്കെഡ്യൂൾ ചെയ്ത് തരും. പേഴ്സണൽ ട്രെയിനിങ് അവൈലബിൾ ആണ്, നോർമൽ GT ട്രെയിനിങ് അവൈലബിൾ ആണ്. ഒട്ടുമിക്ക എക്യുപ്മെൻറ്റ്സും ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് ആണ്. സോ നിങ്ങളെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുക. എൻജോയ് ദ ഫിറ്റ്നസ് ജേർണി.